ഇതിനകത്ത് ഇവരിങ്ങനെ ചെയ്യുമ്പോൾ ഇവർ പറയാതെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കൂത്തുപറമ്പ് കേസിൽ കൂത്തുപറമ്പ് അന്ന് അവരെടുത്തിരുന്ന നിലപാട് തെറ്റായിരുന്നു ഒന്നുകിൽ ഇവർ അംഗീകരിക്കണം, അതല്ലെങ്കിൽ അന്ന് കരുണാകരൻ സർക്കാരിന് മറ്റൊരു മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് ഇത് ചെയ്തതാണ് എന്നിവർ അംഗീകരിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് ഇവർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ റവാഡയുടെ നിയമനത്തിനെ അവർക്ക് സാധൂകരിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ എന്തായാലും അന്ന് ജീവൻ കൊടുത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക്, ഡിവൈഎഫ്ഐ സഹോദരന്മാർക്ക് ഇപ്പോൾ യാതൊരു വിലയും ഇല്ലാതെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഭാരതാംബ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ തെരുവിലിറങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന നേതാക്കന്മാരുടെ മക്കൾ പഠിച്ചത് ഈ സ്വാശ്രയ കോളേജുകളിലാണ്, ഈ വിദേശ സർവകലാശാലകളിലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതവും ജീവനും ഒക്കെ കളയുന്നത് ഏത് പ്രസ്ഥാനത്തിന് വേണ്ടിയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഭാരതാംബ വിവാദമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ തെരുവിലിറങ്ങി നിങ്ങൾ ഈ പ്രക്ഷോഭങ്ങൾ കാണിക്കുമ്പോൾ നാളെ ഇവർ ഭാരതാംബ എടുത്ത് പൂജിക്കില്ല, അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഭാരതാംബയെ നാളെ പൂജിക്കില്ല എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? എന്തായാലും അവസാനമായിട്ട് നമുക്ക് സഖാക്കന്മാരോട് ചോദിക്കാനുള്ളത് ഒരു പാട്ട് മാത്രമാണ്. പുഷ്പനെ അറിയാമോ, നിങ്ങൾക്ക് പുഷ്പനെ അറിയാമോ? ഇതാണ് നമുക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.